മനുഷ്യരെ ബഹിരാകാശത്തേക്ക് എത്തിക്കാനുള്ള തിരക്കിലാണ് ഇന്ത്യൻ ശാസ്ത്ര സംഘം. ആകാശമെന്ന അത്ഭുത ലോകത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതേക്കുറിച്ച് അനവധി സങ്കല്പങ്ങളും കെട്ടുകഥകളും നമുക്കിടയിലുണ്ട്. ബഹിരാകാശത്തെക്കുറിച്ച് പോയ കാലത്തെ മനുഷ്യർ ആർജിച്ചെടുത്ത അറിവുകളും ഭാവനകളും പ്രമേയമാക്കി നിരവധി ഇതിഹാസ സിനിമകളാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. 1902 പുറത്തിറങ്ങിയ എ ട്രിപ്പ് ടു ദി മൂൺ. ജോർജസ് മെല്ലീസ് ഒരുക്കിയ ചിത്രത്തിലെ ബഹിരാകാശവും ചന്ദ്രനും സ്പേസ്ഷിപ്പുമെല്ലാം ബഹുരസമാണ്. ശാസ്ത്രത്തെക്കാൾ ഭാവനയാണ് മുന്നിട്ട് നിൽക്കുന്നത്. കോട്ടും തൊപ്പിയും കുടയുമൊക്കെയായി ഉല്ലാസയാത്ര പോലെ ഒരു ബഹിരാകാശ യാത്ര. കണ്ണും മൂക്കുമുള്ള ചന്ദ്രനും വെടിയുണ്ടയുടെ രൂപത്തിലുള്ള സ്പേസ് ഷിപ്പും ചന്ദ്രനിലെ മഞ്ഞുവീഴ്ചയും അവിടെ വളരുന്ന കൂണും ചെടിയുമൊക്കെയായി അമ്പിളിമാമനെ കുറിച്ചുള്ള അതിരില്ലാത്ത ഭാവന. അന്യഗ്രഹ ജീവികളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് യാത്രികർ ഭൂമിയിൽ തിരിച്ചെത്തുന്നതോടെ കഥ അവസാനിക്കുന്നു. പിൽക്കാലങ്ങളിൽ സയൻസ് ഫിക്ഷൻ സിനിമകൾ സൃഷ്ടിക്കാൻ സംവിധായകർക്ക് എ ട്രിപ്പ് ടു ദി മൂൺ വലിയ പ്രചോദനമായി. പിന്നീട് 66 വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങിയ ചിത്രമാണ് 2001 എ സ്പേസ് ഒഡീസി. ജുപ്പിറ്ററിൽ കണ്ടെത്തിയ ഒരു മോണോലിത്തിനെ കുറിച്ച് പഠിക്കാൻ പോകുന്ന ബഹിരാകാശ സഞ്ചാരികളെ കുറിച്ചാണ് ചിത്രം. 21ാം നൂറ്റാണ്ടിൽ വികസിച്ചു വന്ന വീഡിയോ കോൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തുടങ്ങിയ സാങ്കേതിക വിദ്യകളെ 5 പതിറ്റാണ്ട് മുന്നേ തന്നെ സിനിമ തിരശീലയിലൂടെ കാണിക്കുന്നു. ഇത് സ്റ്റാൻലി കൂബ്രിക് എന്ന സംവിധായകന്റെ ദീർഘവീക്ഷണമല്ലാതെ മറ്റെന്താണ്? കണ്ടുപിടുത്തങ്ങൾ മനുഷ്യനെ എങ്ങനെയെല്ലാം ശക്തരാക്കുമെന്നതിനൊപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ അപകടവും ചിത്രം പങ്കുവയ്ക്കുന്നു. സിനിമയുടെ ഛായാഗ്രഹണം ഏത് കാലത്തും പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ബഹിരാകാശത്തെക്കുറിച്ച് പറയുന്ന സിനിമകൾ പിന്നീടും ഇറങ്ങി. ഗ്രാവിറ്റി, ഇന്റർസ്റ്റെല്ലാർ, ഫസ്റ്റ്മാൻ തുടങ്ങിയവയെല്ലാം ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയവയാണ്. സയൻസും ഫിക്ഷനും സാഹസികതയും ഫിലോസഫിയും എല്ലാം ചേരുന്ന ഈ സിനിമകൾ മികച്ച കാഴ്ചാനുഭവമാണ് സമ്മാനിക്കുന്നത്. കാലം കഴിയുന്തോറും ശാസ്ത്രവും സാങ്കേതിക വിദ്യകളും ഒപ്പം സിനിമയും വളരുന്നു. വർഷങ്ങൾ മുന്നോട്ടു പോകുമ്പോൾ വീഞ്ഞു പോലെ വീര്യമേറുകയാണ് ഈ സിനിമകൾക്കും.